എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കണില്ല പൊണ്ടാരം. ഇക്രു മനസ്സിരുത്തി പഠിക്കൂ, അപ്പൊ എല്ലാം ഓർമ്മയിൽ തെളിയും. എന്റെ പൊന്നെ അരവിന്ദ് കെ പി, എനിക്ക് മെമ്മറി പവർ ഇല്ലാന്നേ. പഠിച്ചതെല്ലാം പെട്ടെന്ന് മറക്കും, അതുകൊണ്ട് എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഇത് ഇരട്ടത്താപ്പാണ്. നിന്നെ പോലുള്ള സകലമാന യൂസ്ലെസ്സുകളും പരീക്ഷയിൽ തോറ്റാ പറയുന്ന ഒരു ക്ലീഷേ എക്സ്ക്യൂസ്. എന്ത് ചെയ്യാനാ, പഠിച്ചതെല്ലാം മറന്നു പോയല്ലോ, അതങ്ങ് പറഞ്ഞ് എസ്കേപ്പ് ഇടാലോ. ബ്ലഡി യൂസ്ലെസ് ഓർപ്പൻസ്. അരവിന്ദ് കെ പി, അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുത്. ഞാൻ ശരിക്കും പഠിക്കാഞ്ഞിട്ടാണോ ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോകുന്നത്? ഞാനും പഠിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഞാൻ മറക്കുന്നുണ്ടോ? അത് പിന്നെ നിന്റെ തല്ലാണോ എന്റെ തല? എന്റെ ബുദ്ധിയാണോ നിന്റെ ബുദ്ധി? കൊഞ്ചം ലോജിക്കലാ തിങ്ക് പണ്ണുങ്ക സർ. ലുക്കിക്കു, ദൈവം എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള ഒരു ബുദ്ധി തന്നിട്ടുണ്ട്. പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കഴിവാ. മെമ്മറി പവർ കൂട്ടാനും പഠിച്ചത് മറക്കാതിരിക്കാനൊക്കെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടല്ലേ പഠിക്കാറ്. എന്ത് ടെക്നിക്ക്? എനിക്കും കൂടെ പറഞ്ഞോടാ. അയ്യടാ, അത് പറഞ്ഞാ നീ പാസ്സാവില്ലേ? അങ്ങനെ പോസിയിൽ ഒസ്തണ്ട. എടാ സൈക്കോ കെ പി, അല്ല അരവിന്ദൻ കെ പി, എന്നോട് കമ്പൈൻ സ്റ്റഡിക്ക് വരാൻ പറഞ്ഞത് നീ, എന്നിട്ട് എന്നെ കൂട്ടാതെ നീ ഒറ്റയ്ക്ക് പഠിക്കുന്നു. ഇതിലെവിടാ കമ്പൈൻ സ്റ്റഡി? ഇതിൽ ഞാൻ എന്താ പഠിക്കേണ്ടത്? എനിക്കെന്താ ഗുണമോ? നീ എങ്ങനെ ഞാൻ പഠിക്കുന്നു എന്ന് നോക്കി പഠിക്കേ, അതാണ് നിനക്കുള്ള ഗുണം. അത് കണ്ടിട്ടെങ്കിലും നീ ഒന്ന് പാസ്സാവാൻ നോക്ക്. മെമ്മറി പവർ ഇല്ലാത്ത സ്റ്റുപ്പിഡ് ഫെല്ലോ, പഠിച്ചത് മറക്കാത്ര. അരവിന്ദ് പി, ഈ ഓർമ്മ വരാൻ എന്തെങ്കിലും. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്, ഡോണ്ട് റൂയിൻ മൈ സ്റ്റഡി ടൈം. എനിക്ക് 18ാമത്തെ റിവിഷൻ സമയമായി. പ്ലീസ്. എന്ത് പ്രഹസനാടാ. അരവിന്ദ് ബി, യെസ് ഇക്രു, വാട്ട് യു വാണ്ട്? ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുത്. നോ മെൻഷൻ. മനുഷ്യനല്ലാന്ന് സമ്മതിച്ചുല്ലോ. എന്തേലും കാണിച്ചു തരണോ? തുണി പൊക്കി കാണിച്ചാൽ മതിയോ? അച്ഛന് കൊണ്ടുപോയി കാണിക്കും. എന്താ അച്ഛാ കൗണ്ടർ ഹേന്ന് ഒരു പെണ്ണ് തരാവോ? സോറി ക്രൂ, ഒന്നും വിചാരിക്കരുത്, എന്റെ ഇല്ല. പിന്നെ വെടിക്കെട്ടിന് കതിന വെച്ച പോലെ വരി വരിയായി നിരത്തി വെച്ച എന്താടാ കമ്പിത്തിരിയോ? നീ എന്തിനാ വന്ന്? പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതണമെങ്കിൽ പെണ്ണ് വേണ്ടേ? വേണം, അതുകൊണ്ടല്ലേ ചോദിച്ചേ. ഞാൻ എടുക്കാൻ മറന്നു. സോ പിറ്റി. വല്ലാത്ത കഷ്ടാട്ടോ തന്റെ കാര്യം. ഇതിലും ഭേദം സഞ്ജയ് രാമസ്വാമിയാ. ആണോ? എന്നാ മുക്കിൽ പോയി കുനിഞ്ഞിരുന്ന് കുരു പൊട്ടിക്ക്. എന്തേലും പറഞ്ഞോ? ഈ അരവിന്ദ് കെ പി ഒരു സംഭവാ. 1000 ഐസക് ന്യൂട്ടന് അരവിന്ദ് കെ പി എന്നല്ലേ ചൊല്ല്. അതിങ്ങനെ എപ്പോഴും പറയണമെന്നില്ല, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ. ഇത് വെച്ചോ, എന്റെ ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ മതി. ക്യാച്ച്. നന്ദിയുണ്ടേ. മഷി അധികം കഴിക്കരുത്, ചറ പറന്ന് എഴുതരുത്. പരീക്ഷ കഴിയുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചു തരണം. രജിസ്റ്റർ നമ്പർ പോലും എഴുതില്ല. സോ സ്റ്റുഡൻസ്, എല്ലാവരും അവരവരുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് ഡെസ്കിന് മേലെ വയ്ക്കൂ. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറന്നു. താനൊക്കെ പിന്നെ എന്തിനാണോ ഇങ്ങോട്ടേക്ക് കെട്ടെഴുന്നള്ളി വരുന്നത്? എക്സാം എഴുതാൻ. ഗെറ്റ് ഔട്ട്. സാർ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരും ഗെറ്റ് ഔട്ട് അടിച്ചിട്ടില്ല. എന്താ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. ഐ സെഡ് ഗെറ്റ് ഔട്ട്. പാവം, പഠിച്ചത് ഓർക്കാനുള്ള മെമ്മറി പവറിന്റെ ടെക്നിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു.